തുടർച്ച വരുമ്പോൾ, മൃഗീയമായ ഭൂരിപക്ഷം കിട്ടുമ്പോൾ ജനാധിപത്യ ധ്വംസനം ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ. നമുക്ക് മറ്റൊരാളിൻ്റെ സഹായം ആവശ്യമില്ല, ജനങ്ങളെ അവരാഗ്രഹിക്കുന്നത് പോലെ കരുതേണ്ടതില്ല ഭരണാധികാരികൾക്ക്. അങ്ങനെ ഒരു പ്രായോഗിക പ്രശ്നമുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. തിരഞ്ഞെടുക്കുന്നവർ മൃഗീയ ഭൂരിപക്ഷം നേടുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളല്ലയോ കൂടുതൽ പേര് തിരഞ്ഞെടുത്ത ജനങ്ങളല്ലയോ തെറ്റ് ചെയ്തത്? തെറ്റ് അതാ തെറ്റാണല്ലോ. നിങ്ങൾ പറഞ്ഞ് തുടർച്ചയും ഭൂരിപക്ഷം കിട്ടുക എന്ന് പറയുന്നത് തെറ്റാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് തെറ്റാണ്. ഭൂരിപക്ഷം കിട്ടുന്നത് ഇയാൾ മൃഗീയമായ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ തെറ്റാണ്. അപ്പം ജനങ്ങൾ പണ്ടാണെങ്കിൽ യഥാ രാജ തഥാ പ്രജ എന്നാണ്. അപ്പം അങ്ങനെയല്ലല്ലോ. പ്രജകളെങ്ങനെയാണോ അങ്ങനെയല്ലയോ ഭരണാധികാരികളുണ്ടാകും. അപ്പോൾ തെറ്റാരുടെ വശത്താണ്, തിരഞ്ഞെടുത്തവരുടെ തെറ്റാണ്. അത് അവരനുഭവിച്ചു. അതൊരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക പ്രക്രിയ കൂടെ ആയതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ ഒരു പക്ഷേ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, തിരഞ്ഞെടുപ്പ് എന്തിനാണ്? തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാർ ശരിയോ തെറ്റോ എന്ന് ബോധ്യമായാൽ അവരെ മാറ്റാനുള്ള അവകാശത്തിനെയാണ് തിരഞ്ഞെടുപ്പെന്ന്. എന്ന് പറഞ്ഞാൽ ആ ഭരണ സംവിധാനം ജനങ്ങളോട് അക്കൗണ്ടബിളായി മാറുന്നതിന് വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ്. ഉണ്ടോ എന്നുള്ളത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു കേരളത്തിലെ സർക്കാരിന്? നിങ്ങൾ ആ പറയുന്ന കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ എന്തൊരു തെറ്റാ. ഇപ്പം തിരഞ്ഞെടുത്തവരുടെ തെറ്റാണെന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനല്ല, സാറാണ് പറഞ്ഞത്. അല്ലല്ല, ചെയ്തു. അങ്ങനെയല്ല, താൻ പറഞ്ഞതിൻ്റെ തുടർച്ചയിലാണ് ഞാനത് പറഞ്ഞത്. തിരഞ്ഞെടുത്തത് മൃഗീയ ഭൂരിപക്ഷം എന്നുള്ള വാക്ക് ഇയാൾ ഉപയോഗിച്ചു. അതെ. അപ്പോൾ മൃഗീയ ഭൂരിപക്ഷം തിരഞ്ഞെടുത്ത ജനങ്ങളല്ലേ തിരഞ്ഞെടുത്തത്. അപ്പോൾ പിന്നെ അത് അവർക്ക് അവകാശമല്ല, അവർ തെറ്റാ ചെയ്യുന്നതെന്നാണ് പിന്നെ ഇയാൾ പറയുന്നത്. ഭൂരിപക്ഷം ഒരു കൂട്ടർക്ക് കൊടുക്കുന്നത് തെറ്റാണെന്ന് വരുന്നെങ്കിൽ മാത്രമേ അത് തെറ്റാവുള്ളൂ. അതെ അതെ. അപ്പോൾ അവർ സമ്മതമായി, ജനങ്ങൾക്ക് സമ്മതമായി നിൽക്കുന്നു എന്നുള്ള അവസ്ഥയല്ലയോ അത്. അതായത് ജനങ്ങൾ അർഹിക്കുന്നതാണ് ജനങ്ങൾക്ക് കിട്ടിയതെന്നാണ് താങ്കൾ. അതുകൊണ്ടാണ് അതങ്ങനെ തന്നെയാണ്. അല്ലാതെ വേറെ. അപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ജനങ്ങളെയാണ്, അല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയല്ല. ജനങ്ങൾ അതിനെയാണ് ഇലക്ഷന് മുമ്പും ഇലക്ഷൻ തുടരുന്നതിന് മുമ്പ് ഒരു 5 വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ലേ. ആ സമയത്ത് പ്രതിപക്ഷമായിരിക്കുന്ന അവരുടെ പണിയാണ് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന് പറയും. അതിൽ അവർ പരാജയപ്പെടുന്നതുകൊണ്ടാണല്ലോ മറ്റവർ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികളുണ്ട്. അത് നമ്മളിപ്പോൾ വടക്കേ ഇന്ത്യ മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ മേഖലയിലുള്ള പ്രശ്നം കൊണ്ടാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അനിശ്ചയമായിട്ട് അത് നേരിടേണ്ട സ്ഥലമുണ്ട്. അതിനു വേണ്ടി ഉണ്ടാകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശരിയാക്കുക എന്നുള്ളത് മാത്രമേ അപ്പോൾ കഴിയുള്ളൂ. കോടതിയോ ഇലക്ഷൻ കമ്മീഷനോ ഒക്കെ ശരിയാക്കി എടുത്തുകൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. മറ്റതെല്ലാം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വിവരം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്, അവർ വേണ്ടും വെള്ളം കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്, അത് ചെയ്തെടുക്കേണ്ട പണിയെന്ന് പറയുന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പണിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.